റെജി ലൂക്കോസ്, ഇനിയെങ്കിലും മിണ്ടുമോ മുഖ്യമന്ത്രിയും മകളും? ഇതിനപ്പുറം എന്ത് തെളിവാണ് പുറത്തു വരേണ്ടത്? മഞ്ജുഷേ, കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ മാത്യു കുഴൽനാടുമായിട്ട് ഒരു ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പത്രസമ്മേളനത്തിന് അദ്ദേഹത്തിന് അനുവദിക്കില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി. നിയമസഭയിൽ തന്റെ പാർട്ടി പോലും വാതുറക്കാതിരുന്ന വിഷയത്തിൽ അദ്ദേഹം ആരോപണങ്ങളുമായിട്ട് വന്നതുപോലെ തന്നെ ഇന്ന് തന്റെ പാർട്ടിയുമായിട്ട് ആലോചിക്കേണ്ടതാണ് ഇത്രയ്ക്കും മണ്ടത്തരമായ അല്ലെങ്കിൽ ഇത്രയ്ക്കും ദയനീയമായ ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തിയത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? റെജി ലൂക്കോസ്, താങ്കൾ കാര്യത്തിലേക്ക് വരൂ. കൗൺസിലിന് പരാതി കൊടുക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാത്യു കുഴൽനാടൻ വെച്ചിട്ടുള്ള ഈ രേഖകളെ പറ്റി സംസാരിക്കൂ. എന്താ ഉറക്കം വരുന്നു? ഒറ്റ മറുപടിയിൽ തീർക്കാവുന്നതാണല്ലോ. 1.72 കോടി രൂപയ്ക്ക് IGST അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒറ്റ മറുപടി നൽകിയാൽ മതി. ഇല്ല എന്ന് ആധികാരികമായിട്ട് ഒരു MLA രേഖകൾ സഹിതം പറയുകയാണ്. അപ്പോൾ പറയുകയാണ് GST കൗൺസിലിന്റെ മുന്നിൽ പരാതി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇടതുപക്ഷവും BJPയും ചേർന്നാണല്ലോ എല്ലാം ചെയ്യുന്നത് എന്ന മറുപടി നൽകിയെന്ന്. ആ മറുപടിയാണോ താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ ശ്രദ്ധിച്ചത്? ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അതിനേക്കാൾ കാതലായ കാര്യം അവിടെ പറഞ്ഞൊന്നും കേട്ടില്ലേ? സത്യത്തിൽ മഞ്ജുഷ് കുറച്ചുകൂടെ ആരോഗ്യപരമായ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതാ. സാധാരണ അങ്ങനെ ചോദിക്കാറുണ്ട് ഇടപെട്ടാണെങ്കിൽ. ഞാൻ ഉട്ടോപ്പിയയിലെ വെള്ളപ്പത്തല്ല പറഞ്ഞത്. മാത്യു കുഴൽനാടൻ എന്ന് കൊണ്ടുവന്ന ആവിയായി പോയ കുറെ ആരോപണങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്കത് പറയാനുള്ള ബാധ്യതയുണ്ട്. അത് ഞാൻ പറഞ്ഞിരിക്കും. അതാണ് കേരളത്തിലെ പൊതുസമൂഹം അറിയേണ്ടത്. അല്ലല്ല, പൊതുസമൂഹത്തിലൊക്കെ എല്ലാം അറിയാം. 1.72 കോടി രൂപയ്ക്ക് IGST അടച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു കമ്പനി ബാംഗ്ലൂരാണ്, ഒരു കമ്പനി കേരളത്തിലാണ്. അപ്പോൾ IGST അടക്കേണ്ടതാണല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ